എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അലേർട്ട് ബോക്സും കൺഫേം ബോക്സും പ്രോംപ്റ്റ് ബോക്സിൻ്റെ ഒക്കെ കണ്ടിരുന്നു. അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ എൻ്റെ ലാപ്പ് ഓഫായി. അപ്പോൾ ഞാൻ എന്തായിരുന്നു ലാസ്റ്റ് ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാസ്ക് ഇന്ന് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് പേജ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇതിൽ ഈ ക്ലിക്ക് ഓൺ മീ ക്ലിക്ക് ചെയ്യുക, ദെൻ ഈ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കുക. ഇതായിരുന്നു നമ്മുടെ ടാസ്ക് അല്ലേ? സോ അതിനായിട്ട് എന്താ, ഫസ്റ്റ് നമുക്ക് ക്ലിക്ക് ഓൺ മീ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അത് ഈ സെയിം കോഡ് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, ആ കോഡ് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തു. പിന്നെ എന്താണ്, ഇനി ക്യാൻസൽ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ആക്സെപ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു. ക്യാൻസൽ ബട്ടൺ എങ്ങനെയായിരുന്നു? ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് അലേർട്ട് ഡോട്ട് ഡിസ്മിസ് ബട്ടൺ ആണ് വേണ്ടത്. ഓക്കെ, ദെൻ എന്താണ്, ആ മെസ്സേജ് അതിലുള്ള മെസ്സേജ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇതേ സെയിം തന്നെയാണ് കോഡ് വരുന്നത്. ഇതിൽ നമുക്ക് വേരിയബിൾ നെയിമിന്റെ പേര് മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, സേവ് ചെയ്തു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്തില്ല, ഓൾറെഡി റണ്ണിങ്. എൻ്റെ സിസ്റ്റം സ്ലോ ആയതുകൊണ്ടാണ് അത് വരുന്നത്. കുറേ സോഫ്റ്റ്വെയർസ് അൺഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, എല്ലാം ക്ലിക്ക് ആവുന്നുണ്ട്. അതെ, ഹലോ നൾ വെൽക്കം ടു അവർ വെബ്സൈറ്റ് എന്നുള്ളത് വന്നു. ഞാൻ അത് ക്ലോസ് ചെയ്യണേ. അതുകൊണ്ട് പ്രിന്റ് ആയിട്ടില്ലേ? അപ്പോൾ ഈ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ്, നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് അർത്ഥം. അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചത് നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ ഈ കോഡ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡബിൾ ക്ലിക്ക് ആൻഡ് റൈറ്റ് ക്ലിക്ക് മെത്തേഡാണ്. രണ്ട് കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ഒരു ഇപ്പം എന്തെങ്കിലും ഒരു സൈറ്റിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യണേണ്ട ഒരു ഓപ്ഷൻ വേണ്ടി വരും, അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണ ഒരു ഓപ്ഷൻ വേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതായിരുന്നു നമ്മുടെ പേജ്. ഇതാണ് പേജ്, ഡബിൾ ക്ലിക്കിന്റെ പേജ് ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഡബിൾ ക്ലിക്ക് ദ ടെക്സ്റ്റ് ഹെലോ ടു സീ ദ എഫക്ട്, ഇതിൽ ഹെലോ എന്നുള്ള ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, വെൽക്കം ടു ഷാനിംസ് അക്കാദമി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇത് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഹെലോ എന്നുള്ളത് പ്രിന്റ് ചെയ്യണം, ദെൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യണം, അതിനുശേഷം ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ടാസ്ക്. ക്ലിയർ ആയോ? ഞാനത് കോപ്പി ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടെ പേസ്റ്റ് ചെയ്യണ്ടേ. അപ്പം ഞാനത് കോപ്പി ചെയ്തു. ഞാൻ പുതിയൊരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂല് ക്ലാസ്, ഡബിൾ ക്ലിക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഫിനിഷ് കൊടുത്തു. ഓക്കെ, ഡബിൾ ക്ലിക്കിന് ഒരു ക്ലാസ് വന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതൊന്ന് അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ്, ഞാൻ ഇവിടെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ടൈം കുറച്ച് ലേറ്റ് ആവില്ലേ. ഇതന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താണ്, ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു. ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു. കോഡ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ചെയ്തു. ഇത് ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ.
ഓക്കെ, പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് ഈ ഹെലോ എന്നുള്ള ടെക്സ്റ്റ് അവിടെ ഫസ്റ്റ് പ്രിന്റ് ചെയ്തിട്ട് വരണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഹെലോന്റെ ടാർഗറ്റ് വെച്ച് ചെയ്തെടുക്കുകയാണ്. അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡിങ് നമുക്ക് വേണ്ട. സെലക്ട് കൊടുത്തിട്ട് ഞാൻ എന്താക്കുന്നു, ഹെലോ എടുക്കും. ഓക്കെ, അപ്പൊ ഹെലോന്റെ ടാർഗറ്റ് എന്തായിരുന്നു, ഐ ഡി ഈക്വൽ ടു ഹെഡിങ് എന്നാണ് വന്നോക്കുന്നത്. ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എനിക്കിത് എന്ത് ചെയ്യണം, അവിടെ പ്രിന്റ് ചെയ്യണം. എങ്ങനെ പ്രിന്റ് ചെയ്യാം, ഒരു സ്ട്രിങ് ഞാനിപ്പോ ഹെഡിങ് 1 എന്ന് കൊടുത്തു, ഈക്വൽ ടു ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എന്തായിരുന്നു, ഐ ഡി ആയിരുന്നു അല്ലേ, ബൈ ഡോട്ട് ഐ ഡി കോഡ്സിൽ എന്ത് കൊടുക്കുന്നു, ആ ഹെഡിങ് എന്നുള്ളത് കൊടുക്കുന്നു. ഡോട്ട് എന്ത് ഫംഗ്ഷനാണ്, ഗെറ്റ് ടെക്സ്റ്റ്. ഓക്കെ, പഠിച്ചത് ഓർമ്മയില്ലേ. ഇനി എന്ത് ചെയ്യണു, അത് സിസ് ഔട്ട് ചെയ്യണം. സിസ് ഔട്ട് ഹെഡിങ് സിസ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഓ ഹെഡിങ് 1. ഓക്കെ, ഹെഡിങ് 1 സിസ് ഔട്ട് ചെയ്തു. ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇത് ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ദേ ഹെലോ എന്നുള്ള മെസ്സേജും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്യണം അല്ലേ. ഇപ്പൊ ഹെലോ എന്നുള്ള മെസ്സേജ് വന്നു, ആ ഹെലോമേ ഡബിൾ ക്ലിക്ക് ചെയ്യണം അല്ലേ. അതിനായിട്ട് നമ്മൾ ഇവിടെ വെബ് എലമെന്റ് ആണ് യൂസ് ചെയ്യണത്. വെബ് എലമെന്റ് സ്പേസ്, ഇപ്പൊ ഡബിൾ ക്ലിക്ക് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബി സി എന്ന് കൊടുക്കും, ഡബിൾ ക്ലിക്കിന്റെ ഇതിൽ കേട്ടോ, ഈക്വൽ ടു ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഐ ഡി തന്നെ എന്താണ്, ഹെഡിങ് എന്ന് കൊടുത്തു. ദെൻ ഈ വെബ് എലമെന്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണ്ടേ, ഇമ്പോർട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെബ് എലമെന്റ് വെച്ചിട്ട് ഒരു എന്താണ്, ഒരു വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണത്. ഓക്കെ, ആക്ഷൻസ് ആക്ട് ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആക്ഷൻസ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ആക്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആക്ഷൻസ്, അതിനുള്ളിലോട്ട് ഈ ഡ്രൈവർ നമ്മൾ പാസ് ചെയ്യണം. ഓക്കെ, ആക്ഷൻസ് എന്നുള്ള ക്ലാസ്സിന് ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്, ഏത്, ആക്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്ഷൻസ് എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ദെൻ ഈ ആക്ഷൻസ് ഞാൻ എന്താക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആണ് കേട്ടോ പറയണേ. ഫസ്റ്റ് വെബ് എലമെന്റ് വെച്ച് നമ്മൾ ഹെഡിങ്ങിന്റെ ഐ ഡി ഫെച്ച് ചെയ്ത് കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, നമ്മൾ ആക്ഷൻസ് എന്ന് പറഞ്ഞ ക്ലാസ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ ഈ ആക്ഷൻസ് ക്ലാസ് വെച്ചിട്ട് ഈ വെബ് എലമെന്റിലത്തെ ഈ ഡി സി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മളൊരു ഡബിൾ ക്ലിക്ക് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാനത് എഴുതി കാണിച്ചുതരാം. ഓക്കെ, ആക്ട് ഡോട്ട് ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിലിപ്പോ രണ്ടാമത്തെ ഫംഗ്ഷൻ എടുക്കാം കേട്ടോ. ഫസ്റ്റത്തെ എടുത്താലും കുഴപ്പമില്ല, രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണോ വാല്യൂ വരേണ്ടതെന്ന് വെച്ചാൽ ആ വാല്യൂ അവിടെ വരും. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഡി സി എന്നുള്ളത് വന്നു, ഓട്ടോമാറ്റിക്കലി അത് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതല്ല ഞാൻ ഫസ്റ്റത്തെയാണ് എടുക്കുന്നത്. ആക്ഷൻ ഡോട്ട് ഡബിൾ ക്ലിക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നോർമലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതല്ല സി പി ആക്ട് ഡോട്ട് ഡബിൾ ക്ലിക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഡി സി വന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. ക്ലിയർ ആയോ, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മളൊരു വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്തു, എന്ന് വെച്ചാൽ നമ്മൾ ഐ ഡി ഫെച്ച് ചെയ്തിട്ട് ഡി സി എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ദെൻ ഒരു ആക്ഷൻ പറഞ്ഞ ക്ലാസ്സിന് നമ്മൾ എന്താക്കി, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനുള്ളിലോട്ട് ഡ്രൈവർ പാസ് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ പറയണത്. ദെൻ ആക്ഷന്റെ ആ ഒബ്ജക്റ്റ് ഡോട്ട് ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന് കോൾ ചെയ്തു, അതിനുള്ളിലോട്ട് വെബ് എലമെന്റ് നമ്മൾ പാസ് ചെയ്തു. ദെൻ ഡോട്ട് പെർഫോം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ഈ പെർഫോം ഫംഗ്ഷനും ആക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സും ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മസ്റ്റ് ആണ്. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം.
കണ്ടോ? വെൽക്കം ടു ഷാനിംസ് അക്കാദമി എന്ന് വന്നില്ലേ വേണ്ടി. ഇനി എനിക്ക് എന്താണ് ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യണം. സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്ത സെയിം കൺസെപ്റ്റ് തന്നെ അതിൽ പേരൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഹെഡിങ് 2 എന്ന് കൊടുത്തു ഞാൻ. ഇവിടെ എന്താക്കി, ഹെഡിങ് 2 തന്നെ കൊടുത്തു. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, രണ്ടും കൂടെ പ്രിന്റ് ചെയ്ത് വന്നില്ലേ? അപ്പൊ ഡബിൾ ക്ലിക്കിന്റെ ഈ ഒരു 3 ലൈനുള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, എന്തായാലും പഠിച്ചു വെക്കണം. ബാക്കിയുള്ളത് നമ്മൾ ഓൾറെഡി എല്ലാത്തിനും ചെയ്യണത് തന്നെയാണ്. ഇതാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ റൈറ്റ് ക്ലിക്കിന്റെ മെത്തേഡ് നോക്കാം. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനോ. അപ്പൊ ആദ്യം ഈ ഡബിൾ ക്ലിക്കിന്റെ പക്ക പെർഫെക്റ്റ് ആക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്കിലോട്ട് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫീൽഡിൽ നിങ്ങൾ ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് അറിയാം, ഓട്ടോമേഷൻ അറിയില്ല എന്നവരാണെങ്കിലും ഈ ചാനൽ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കാശ് കൊടുത്ത് പഠിക്കുന്നതിനേക്കാളും വളരെ വളരെ 100% ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ പൊക്കി പറയണതല്ല, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, സോ താങ്ക് യു.